എൻ്റെ പേര് ജയ് കിഷോർ. ഞാൻ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്ത് വരികയാണ്. എന്ത് കാരണത്താലാണ് ഈ സ്ഥാപനത്തിൽ വന്നത്? ഞാൻ ഈ നെക്ക് പെയിൻ, ബാക്ക് പെയിൻ, പിന്നെ ഈ കൈക്ക് ഒരു വേദന ഉണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ ചികിത്സയ്ക്ക് വരുന്നത്. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇതേ തുടർന്നുണ്ടായിരുന്നു? ഈ അധിക നേരം അങ്ങനെ നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഉള്ള വർക്കാണല്ലോ, അപ്പോൾ ഈ അധിക നേരം നമുക്ക് അങ്ങനെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്. ഈ പണ്ട് ഈ സ്കൂൾ കാലം തൊട്ട് തന്നെ ഈ നടുവിന് നമുക്കൊരു ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്നു ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ, ഈ കമിഴ്ന്ന് നടക്കുക എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ നേരെ നിവർന്ന് നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ഷീണിച്ചങ്ങ് കമിഴ്ന്നങ്ങ് പോകുമായിരുന്നു. അത് സ്കൂൾ ടൈം തൊട്ടേ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ ബാഗൊക്കെ തൂക്കി അങ്ങനെ സ്കൂൾ ടൈം തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് നേരെ ഈ ജോബ് കിട്ടിയപ്പോഴും നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് അധിക നേരം ഇരുന്ന് വർക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉള്ള ഒരു ടൈപ്പ് ജോലിയാണല്ലോ ഇത്. അപ്പോൾ അങ്ങനെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടുതൽ അങ്ങനെ ഇരിക്കാൻ പറ്റാതുള്ളൊരു കണ്ടീഷനൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ബാക്ക് പെയിൻ അങ്ങനെ നല്ല രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നൊരു സമയമായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ ഈ ചികിത്സയ്ക്ക് വരുന്നത്. ചെക്കപ്പിന് വന്നതിന് ശേഷം എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ആദ്യം എൻ്റെ അടുത്ത് എക്സ്റേ എടുക്കാൻ പറഞ്ഞു, പിന്നെ ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയതിൽ ഈ നെക്ക്, ബാക്ക് ബോൺ, പിന്നെ ഈ ഹിപ്പ്, അതിലൊക്കെ അലൈൻമെൻറ്റ് വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് എക്സ്റേയിൽ വന്നത്. പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, പിന്നെ യൂറിക് ആസിഡ്, പിന്നെ ലിവറിൻ്റെ ഈ ഫാറ്റി ലിവറിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് എത്ര ദിവസത്തേക്കായിരുന്നു പറഞ്ഞിരുന്നത്? 10 ദിവസം. ഈ 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ മാറ്റങ്ങളാണ് കാണിച്ചു തുടങ്ങിയത്? ഈ 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ പഴയതുപോലുള്ള ഈ അസ്വസ്ഥതകളൊന്നും ഇല്ല. ബാക്ക് പെയിൻ ഇല്ല, ഈ നെക്ക് പെയിൻ ഇല്ല, പിന്നെ ഈ കൈക്കുള്ള വേദന അതും ഇല്ല. ഇപ്പോൾ എനിക്ക് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ നല്ലപോലെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പിന്നെ ഞാൻ ഈ ഇരിക്കുന്ന ഈ ഒരു എൻ്റെ പോസ്റ്ററൊക്കെ ഇച്ചിരി വിഷയമായിരുന്നു ഈ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ഇരിക്കുമ്പം ഇതിൽ തന്നെ അറിയാൻ പറ്റും ഞാൻ നിവർന്ന് എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെയാണ് ഏറ്റവും വലിയ ഇതായിട്ട് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത് ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം. പിന്നെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ബ്ലഡ് റിസൾട്ടിൽ വന്ന മാറ്റം, യൂറിക് ആസിഡ് ഇപ്പം നോർമലായിട്ടുണ്ട്. പിന്നെ ലിവർ ഫങ്ഷൻ അതെല്ലാം പ്രോപ്പറായിട്ട് എല്ലാം നോർമൽ വാല്യൂയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളാണ് ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ എക്സ്റേയും എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എക്സ്റേയിലും ഈ നെക്കിൻ്റെ ബോൺ, ഈ ഹിപ്പ്, പിന്നെ ബാക്കിൻ്റെ എല്ലാം അലൈൻമെൻ്റ് എല്ലാം കറക്റ്റായി, എല്ലാം കുറച്ച് കറക്റ്റായിട്ടെല്ലാം വന്നിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടൊക്കെ മാറി. അതാണ് ഇത്രയും ട്രീറ്റ്മെൻറ്റിന് ശേഷം എനിക്ക് പറയാനുള്ളത്. മരുന്ന് എന്തെങ്കിലും കഴിച്ചിരുന്നോ? ഇല്ല, മരുന്ന് കഴിക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു. 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഇടയിൽ വ്യായാമങ്ങൾ, എക്സസൈസ് എന്തെങ്കിലും തന്നിരുന്നു? എക്സസൈസ് ഉണ്ടായിരുന്നു. പിന്നെ യോഗയുണ്ടായിരുന്നു. അത് രാവിലെ എണീറ്റ് കഴിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ള എക്സസൈസും യോഗയും. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വന്നു തുടങ്ങിയ അന്ന് തൊട്ടുള്ള വ്യായാമത്തിൻ്റെ മാറ്റങ്ങൾ എങ്ങനെയായിരുന്നു? അത് ആദ്യം ഈ വ്യായാമമൊക്കെ ചെയ്യാൻ ഈ പ്രത്യേകിച്ച് യോഗ അതൊന്നും കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഇതിലോട്ട് കൊണ്ടുവരാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഒരു യോഗയിലൊരു പോസ് അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ ഈ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ യോഗയിലുള്ള ഓരോ യോഗ പോസുകളും കറക്റ്റായിട്ട് എനിക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനിയും ബെറ്ററായിട്ടത് വരുന്നുമുണ്ട് ഓരോ ദിവസം കഴിയും തോറും. നേരത്തെ അങ്ങനെ നമുക്ക് അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ട്രീറ്റ്മെന്റിന് വന്നത് തൃപ്തികരമായിട്ട് തോന്നുന്നുണ്ടോ? 100% അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ട്രീറ്റ്മെന്റ് ചെയ്ത അഖിലിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനായിട്ട്? അഖിലിനോട് പറയാനുള്ളത്, ഡോക്ടറിനോട് എനിക്ക് നന്ദി പറയാനുണ്ട്.
വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് തരാൻ മനസ്സ് കാണിച്ചതിന്. ആരെങ്കിലും ഈ സ്ഥാപനത്തിലോട്ട് പ്രിഫർ ചെയ്യുമോ? തീർച്ചയായും ചെയ്യും. എനിക്കറിയാവുന്ന എല്ലാവരോടും ഓൾറെഡി ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അവസരം കിട്ടുമ്പോൾ അത് ഞാൻ പറയും. നമ്മുടെ കളരി രീതിയിലുള്ള ചവിട്ടിത്തിരുമലും കളരി മർമ്മത്തിരുമലും ഇതൊക്കെ ഇനി വർഷം തോറും വന്ന് ചെയ്യാൻ താല്പര്യമുണ്ടോ? അത് നല്ല താല്പര്യമുണ്ട്. കാരണം ഇപ്പം തന്നെ എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി. ഇനിയിപ്പം എല്ലാ വർഷവും അത് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ ഞാൻ അത് വന്ന് എല്ലാ വർഷവും ചെയ്യുന്നതായിരിക്കും. അത് ഉറപ്പായിട്ടും ചെയ്യും. സാധാരണ ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു എമൗണ്ടൊക്കെയാണ് ഞാൻ മനസ്സിൽ കണ്ടത്. പക്ഷേ അത്രയ്ക്കൊന്നും എനിക്ക് ഇത് ആയിട്ടില്ല ഇവിടെ. അത്യാവശ്യം റേറ്റൊക്കെ ബാക്കിയുള്ളിടത്തൊക്കെ വെച്ച് പാക്കേജും അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ റേറ്റ് എനിക്ക് കുറവായിട്ടാണ് തോന്നുന്നത്. ട്രീറ്റ്മെൻറ്റ് രീതികളെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ വന്നത്. അപ്പോൾ അതിനപേക്ഷിച്ച് ഇതിൽ വന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദ്ദേശിച്ചത് വെറുതെ ഉള്ളൊരു തിരുമലായിരിക്കും, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ച് വന്നത്. പക്ഷേ അങ്ങനെയല്ല. ഈ കളരി മർമ്മ ചികിത്സ, ചവിട്ടി തിരുമൽ ഇതൊക്കെ എന്താണെന്ന് റിയലായിട്ട് അറിഞ്ഞത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ്. ഞാൻ ഇതൊക്കെ നേരത്തെ സിനിമകളിലും ഈ ആഡിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് നേരിട്ട് അറിയാൻ കഴിഞ്ഞത്. എല്ലാം നല്ല രീതിയിലുള്ള ചികിത്സകൾ തന്നെയായിരുന്നു. ഈ 10 ദിവസം ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ ഒരു ആത്മാർത്ഥതയോടെ തന്നെയാണോ ഇതിൻ്റെ അകത്ത്? അയ്യോ, ചെയ്യുന്ന ജോലിയോട് 100% ആത്മാർത്ഥത കാണിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ നിവർന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അതേ രീതി താത്ത് ഇത്രേ പറ്റത്തുള്ളൂ. ഇതിനപ്പുറത്തോട്ട് പോകുന്നില്ല അല്ലേ?